നമസ്കാരം. ഒരു അവസ്ഥയെക്കുറിച്ച് കാണിക്കണം. ദേ വാഴ. വെറും വാഴയല്ല, ചോട്ടാ വാഴ. ചോട്ടാ വാഴ എന്ന് വെച്ചാൽ ബഡ വാഴയല്ല, കേരളത്തിലെ ബി.ജെ.പിയിലെ ഒരു ചോട്ടാ സഹവാഴയാണിത്. ഇത് ഇച്ചിരി ഉള്ളി എന്ന് പറയും. ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ നിയമിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു നമ്മുടെ ഉള്ളിക്കും നമ്മുടെ സഹവാഴാജിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരം ദേ ഇതെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്ന് പറയും? ഇത് ചിലപ്പോ ഒരു ക്രോമയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഗ്രീൻ കളർ കൃത്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കറിവേപ്പില എന്ന് പറയും. കറിവേപ്പില എന്തിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്? അത് നമ്മുടെ കറികളെ കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ വേണ്ടി ഈ ഇല ഇട്ട് കൊടുത്താണ്ടല്ലോ, അല്ല ഗംഭീര സാധനമായിരിക്കും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഉള്ളിക്കറി ഉണ്ടാക്കാനൊക്കെ കറിവേപ്പില കടുകും ചേർത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. എന്റെ സാറെ, വേറെ ലെവലായിരിക്കും അങ്ങനെയുള്ളത്. അതാണ് ഇപ്പോ കേരളത്തിലെ ബി.ജെ.പിയിലെ രണ്ട് മുതിർന്ന നേതാക്കന്മാരെ സവർണ നേതൃത്വം മുന്നിലേക്ക് വന്ന ഉടനെ കറി കിടന്ന ഈ കറിവേപ്പില പോടാ വെളിയിൽ എന്ന നിലയ്ക്കെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടി എന്തൊക്കെ മോഹങ്ങളായിട്ടാണ് നമ്മുടെ സഹവാഴാജി നടന്നത്, അല്ലെങ്കിൽ ഏത് ലെവലിൽ നടന്ന സഹവാഴാജി മുരളീധർജിക്ക് ഇപ്പോ ഈ ഒരു ഗതി വന്നല്ലോ എങ്കിലും ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും കൂടെ കൊണ്ട് നടന്ന ഈ ഉള്ളി അതിനും വിലയില്ലാത്ത അവസ്ഥയായി. രണ്ടിനും വിലയിടിഞ്ഞ് ഇനി ഈ രണ്ടിനെയും നേതൃത്വത്തിന്റെ പരിസരത്തിലേക്ക് അടുപ്പിക്കരുത് എന്നുള്ള നിലയ്ക്ക് വെട്ടി നിരത്തുമ്പോൾ എന്താണ് അതിലൂടെ ബോധ്യപ്പെടുന്നത്? രണ്ടുപേരിടത്തും പറഞ്ഞു ഈ പൊളപ്പ് കാണിക്കരുത്. ഇന്നലകളിൽ കാണിക്കുന്നത് ബി.ജെ.പിക്ക് അകത്താണ് സവർണന്മാരെ കൂടെ നിന്ന് കാല് വാരുമെന്ന് കേട്ടില്ല. രണ്ടുപേരും കൂടി അവിടെ പോയി വലിയ ആളായതാണ്. ഇപ്പോ എന്തുണ്ട്? അവർ നേതൃത്വം പിടിച്ചടക്കിയതോടുകൂടി ഇതിനെ ഇനി ഉള്ളിക്കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചിക്കനിലോ ബീഫിലോ ഇടാനും ഇത് മണ്ട അടഞ്ഞു പോയത് കൊണ്ട് കുറച്ചു ദിവസം ഇങ്ങനെ നിന്ന് നമ്മുടെ കെ സുധാകരൻ ഇപ്പോ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതിനു ശേഷം എങ്ങനെയാണോ കൂമ്പ് അടഞ്ഞടഞ്ഞു വരുന്നത്, അതുപോലെ ഇതും കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയിൽ നിന്ന് അണയാൻ പോകുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. വളരെ ദയനീയ അവസ്ഥയായിപ്പോയി. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്റെ ഉള്ളി, എന്റെ മുരളീധർജി എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എന്തൊക്കെ പൊളപ്പായിരുന്നു! ചില്ലറ പൊളപ്പാണോ പൊളന്നത്? എന്തായാലും രണ്ടുപേർക്കും, ഒരാൾ കേന്ദ്ര സഹവാഴാജി എന്നുള്ള നിലയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി, മറ്റത് ഈ ഉള്ളി എന്ന് പറഞ്ഞാൽ വില ഇടിവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ സംസ്ഥാന പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞതോടുകൂടി ഡിമാൻഡ് അങ്ങ് വച്ചടി കയറ്റമല്ലായിരുന്നു. അപ്പോ ഈ അവസ്ഥയിലാണ് കേരളത്തിലെ ഇപ്പോ രണ്ട് ബി.ജെ.പി നേതാക്കന്മാർ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. ബി.ജെ.പി സംസ്ഥാന നേതൃപദവിയിലേക്ക് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് സവർണ വിഭാഗക്കാർ അഥവാ ബി.ജെ.പി എന്ന് പറഞ്ഞാൽ സവർണ രാഷ്ട്രീയ പാർട്ടിയിലെ സവർണന്മാർക്ക് അതിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് വന്നതോടുകൂടി ഇന്നലകളിൽ ഇവരുടെ ശത്രുപക്ഷത്ത് നിന്ന് എല്ലാവരും ഒരുമിച്ച് ഈ ചവിട്ടി അവരെ എങ്ങനെയാണോ മൂലക്കിരുത്തിയത് തിരിച്ച് അതേപോലെ രണ്ടിനെയും മൂലക്കിരുത്തുന്നു. ഒരു വിലയില്ലാത്ത അവസ്ഥയിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഗതികേടെ നിന്റെ പേരോ ഉള്ളിയും സഹവാഴയും എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക്. ചില്ലറ പൊളപ്പ് പൊളന്നില്ലല്ലോ. എന്തെല്ലാം തോന്നിവാസങ്ങളും രാഷ്ട്രീയമെന്ന പേരിൽ മറ്റു വ്യക്തികളെ അധിക്ഷേപിക്കാൻ കള്ളക്കഥകൾ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി നടത്തി. ഏറ്റവും ഒടുവിൽ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതമണിഞ്ഞ അയ്യോ ശിവശിവ എന്ന അവസ്ഥയിലേക്ക് പാവങ്ങൾ എത്തിപ്പെട്ടതിന്റെ ആ വിഷമം നിങ്ങളോടുകൂടി പങ്കുവയ്ക്കുകയാണ്. ലോകത്ത് ഒരു ഉള്ളിക്കും ഒരു സഹവാഴയ്ക്കും ഈ ഗതി വരുത്തരുതേ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.